അങ്ങനെ നമ്മൾ ഈ സൈറ്റിൽ MRFന്റെ വുഡ് പോളിഷ് നമ്മൾ ഫൈനൽ ചെയ്തേക്കാണ്. അപ്പോൾ നമ്മൾ ഫൈനൽ വർക്ക് കഴിഞ്ഞു. നമ്മുടെ ഫ്രണ്ട് ഡോറ്, അതുപോലെ വിൻഡോകൾ എല്ലാം നമ്മുടെ ഫൈനൽ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങൾ കാണുന്നതായിരിക്കും. ഇതാണ് നമുക്ക് ഇപ്പോൾ നിങ്ങൾ കണ്ട വിൻഡോകൾ. ഇതൊക്കെ നമ്മൾ ഡിസൈൻ കൊടുത്തു, തേക്കിൻ്റെ കളർ അടിച്ച് ഡിസൈൻ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും അങ്ങനെ വർക്ക് കഴിഞ്ഞു. ഇതിപ്പോൾ നമ്മൾ എല്ലാ ജനലും കൊളുത്തി, പണി കഴിഞ്ഞിട്ട് എല്ലാ ജനലും കുളത്തിൽ കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടോളൂ, അപ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഈ ഗ്ലാസ് ക്ലീനിങ് ഉണ്ട്, അതിപ്പോൾ നമ്മൾ പെയിന്റിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യണല്ലോ. പെയിന്റിങ് വർക്ക് നമുക്ക് ഇനിയിപ്പോൾ കുറച്ച് ഇന്റീരിയൽ വർക്ക് ഉണ്ട് അതിനകത്ത്, അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് ചെയ്യണേ. അപ്പോൾ അങ്ങനെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത വീഡിയോ കാണാം. നമ്മുടെ ചാനൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തോളൂ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. നമ്മുടെ കേരളത്തിൽ പല ജില്ലകളിലേക്ക് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് ഒരു ഘട്ടം, അതായത് വിൻഡോകളെല്ലാം നമ്മൾ ഡിസൈൻ കൊടുക്കണം. ഇപ്പോൾ ഇവിടെ കളർ അടിച്ചു, തേക്കിന്റെ കളർ പെയിന്റ്, MRFന്റെ പെയിന്റ് അടിച്ചിട്ട് നമ്മൾ ഡിസൈൻ കൊടുക്കണം. ഇപ്പോൾ പെയിന്റ് അടിക്കേണ്ട മുമ്പ് കുറെ പ്രോസസ്സിങ് ഉണ്ട്, അത് നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇത് ഡിസൈൻ കൊടുക്കണം, തേക്കിന്റെ ഡിസൈൻ കൊടുക്കണം. അപ്പോൾ അങ്ങനെ അതിന്റെ ഫ്രെയിമൊക്കെ ഡിസൈൻ കൊടുക്കണം. MRFന്റെ മെറ്റീരിയൽ വളരെ കോസ്റ്റ്ലി മെറ്റീരിയലാണ്, കാരണം ഒരുപാട് വർഷം അത് നിലനിൽക്കും. മെറ്റീരിയൽ വെയിൽ കൊണ്ടാലൊന്നും പോവില്ല, മഴയത്തൊന്നും അതിനൊരു പ്രശ്നം വരില്ല. അതാണ് ആ വർക്കിലും അതനുസരിച്ച് മാറ്റം വരും. ഇതൊക്കെ നമ്മൾ ഡിസൈൻ കൊടുത്ത് വെച്ചേക്കണം. ഇനി MRFന്റെ തന്നെ സീലർ ഉണ്ട്, അത് നമുക്ക് ചെയ്യുന്നത് സ്പ്രേ ചെയ്യണം. കംപ്ലീറ്റ് സ്പ്രേ ആണല്ലോ, അപ്പോൾ അത് ഇനി സ്പ്രേ ചെയ്യണം. വര കഴിഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ വര കഴിഞ്ഞു. അപ്പോൾ ഇനി സ്പ്രേ ചെയ്യാനായിട്ട് എടുക്കാൻ പോകണം. അതിന് മുമ്പുള്ളൊരു പ്രോസസ്സിംഗ് ആണ് ഈ ചെയ്യണത്. ഇത് ഡോറാണ് ചെയ്യണത്. ഇത് ഡോറിന് നമ്മൾ NC പുട്ടി ഇട്ടിട്ട് സ്പ്രേ ചെയ്ത് പ്രൈമർ അടിച്ച് വെച്ചേക്കണം. എല്ലാം കണ്ടോ, എല്ലാ വിൻഡോസും പ്രൈമർ വർക്ക് കഴിഞ്ഞ് നിരത്തി വെച്ചേക്കണം. ഇനി ഇത് കഴിഞ്ഞിട്ട് പുട്ടി ഇടണം, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെയാണ് നമ്മൾ പെയിന്റ് അടിക്കുന്നത്. അങ്ങനെ ഒരുപാട് പ്രോസസ്സിംഗ് കൂടെയാണ് MRFന്റെ വർക്ക് നമ്മൾ കൊണ്ടുപോകണത്. അതിന്റെ ജനലുകളുടെ ഇതൊക്കെ പെയിന്റ് പ്രൈമർ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ തേക്കിന്റെ കളർ അടിച്ച് വെച്ചാണ്, MRFന്റെ പെയിന്റ് ആണ് ഇത് അടിച്ചാണത്. എന്നിട്ട് നമ്മൾ ഡിസൈൻ കൊടുക്കണത്. ഇതെല്ലാം നമ്മൾ സ്പ്രേ ചെയ്ത് കളർ അടിച്ച് വെച്ചേക്കണം. അതുപോലെ തന്നെ അതിന്റെ ഡിസൈൻ കൊടുത്ത ഫ്രെയിമാണ് ഈ കാണുന്നത്. ആ കളർ അടിച്ചിട്ട് നമ്മൾ ഡിസൈൻ കൊടുത്തു. അപ്പൊ ആ ഡിസൈൻ കൊടുത്ത ഫ്രെയിമാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. ഇനി നമുക്ക് സീലർ അടിക്കണം, ഇനി സ്മൂത്ത് ചെയ്യണം, അങ്ങനെ ഒരുപാട് പ്രോസസ്സിങ് ഉണ്ട് ഇതിന്. അങ്ങനെ ഒരുപാട് വർക്കുകൾ നമുക്ക് ഇവിടെ ചെയ്യാനുണ്ട്. ഡോറുണ്ട്, അതിന്റെ ഫ്രെയിം ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മൾ NC പുട്ടി നമ്മൾ ഒരു കൂട്ട് അപ്ലൈ ചെയ്യും. അപ്പോൾ ഇത്തിരി സ്മൂത്തിന് വേണ്ടിയുള്ള ഈ NC പുട്ടി നമ്മൾ ചെയ്യണത് വിൻഡോമേ. പിന്നെ ഗ്യാപ്പുകളൊക്കെ ബോഡി ഫില്ലറൊക്കെ വെച്ച് നമ്മൾ അടച്ച് സെറ്റാക്കി എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ മെഷീൻ വെച്ചിട്ടാണ് ഉരയ്ക്കലും കാര്യങ്ങളൊക്കെ ചെയ്യണത്. കൈ കൊണ്ടുള്ള വരകളൊക്കെ എൻ്റെ ആ ഒരു മൂല്യം മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള പ്ലെയിൻ ആയിട്ട് ഏരിയ ഒക്കെ നമ്മൾ മെഷീൻ വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ അത്രയും നമ്മൾ വർക്കിന് പെർഫെക്റ്റ് കിട്ടും.